ശ്വാസം മുട്ടി പ്രാണം പിടിഞ്ഞ് വരുന്ന ഒരാൾക്ക് മുന്നിൽ അടച്ചു കിടക്കുന്ന ഒരു സർക്കാർ ആശുപത്രി വാതിൽ കാരണം എന്താണ്? പട്ട് കയറുമെന്നാണ്. അനാസ്ഥ എന്ന് പറയുന്നതിനൊക്കെ ഒരു മിനിമം നിലവാരം ഉണ്ടല്ലോ. പട്ട് കയറുമെന്ന് പറഞ്ഞ് രോഗികൾക്ക് മുന്നിൽ പൂട്ടിക്കെട്ടിയ വാതിലുകളെ എന്താ വിളിക്കേണ്ടത് ഡോക്ടർ ശശിലാൽ? ഇത് വളരെ വേദനയോടെയാണ് ഇത് കേട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സഹോദരിമാരാണ്. അപ്പോൾ അത് ആലോചിക്കണം. കേരളത്തിലെ മനുഷ്യർ പറയുകയാണ് പട്ടിയുടെ വില പോലും കിട്ടുന്നില്ല എന്ന്. അത് കഷ്ടമാണ്. ഇങ്ങനെ ഒരു ആരോഗ്യവകുപ്പ് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഹാഷ്മി ഇതിനേക്കാൾ വളരെ മോശമാണ്. ഈ പാവങ്ങൾ ഇത്രയെങ്കിലും പറയുന്നു. ഈ ശബ്ദമില്ലാത്ത മനുഷ്യരാണ് കൂടുതൽ. ആളുകൾ കെട്ടുതാലി പണയം വെച്ചും അല്ലെങ്കിൽ കടം വാങ്ങിച്ചും ഒക്കെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നതുകൊണ്ടാണ് കുറേ പേരൊക്കെ രക്ഷപ്പെടുന്നത്. ഇത് ഞാൻ റോഡപകടം പറ്റി വഴിയിൽ മരിച്ചു എന്ന് പറഞ്ഞ് കിടക്കുന്ന വീടിനടുത്തൊരാൾ രാത്രി ഞാൻ അയാളെ ഒരു ആംബുലൻസ് സംഘടിച്ചു. അരമണിക്കൂർ എടുത്തൊരു ആംബുലൻസ് എനിക്ക് കിട്ടാനുണ്ട്. ഞാൻ ആംബുലൻസിൽ കയറി കൊണ്ടുപോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നിട്ട് അരമണിക്കൂർ എടുത്തു ഓർമ്മയിൽ കിടക്കുന്ന അയാൾക്കൊരു അറ്റൻഷൻ കിട്ടാൻ. ഡോക്ടർമാരും നഴ്സുമാരും മോശമായിട്ടല്ല, യുദ്ധസ്ഥലത്ത് ഓടുന്ന നടക്കാൻ അത് ഡോക്ടർമാരും നഴ്സുമാരും കിടന്ന് ഓടുകയാണ്. ഹാഷ്മി ഒന്ന് പോയി നോക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൻ്റെ അവസ്ഥ. അവിടെ പോലും ആവശ്യത്തിന് സ്റ്റാഫില്ല. പിന്നെ ഇതുപോലത്തെ CH എന്ന് പറഞ്ഞാൽ ആ സൗകര്യമാർ പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ ചികിത്സയില്ലെന്ന് എഴുതി വെക്കണം. ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലെന്ന്. കാരണം ഈ പറയുന്ന ആശുപത്രികളൊന്നും ഇതുപോലത്തെ എമർജൻസി കൈകാര്യം ചെയ്യാനായിട്ട് എക്യുപ്ഡ് അല്ല എന്നത് പറയുമോ? ലോകം മുഴുവൻ നടന്ന് അവാർഡ് വാങ്ങിക്കുകയാണ്. ലജ്ജ തോന്നുകയാണ്. ഞാനത് അല്പം പോലും രാഷ്ട്രീയങ്ങൾ നിർത്തിയല്ല പറയുന്നത്. 42 വർഷമായിട്ട് ഈ ആരോഗ്യ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇത് നമുക്ക് സംഭവിക്കാം, എനിക്ക് സംഭവിക്കാം, ആഷ്മിക്ക് സംഭവിക്കാം. വഴി കിടന്നു പോയാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആശുപത്രി ഇല്ല, ഉള്ളവർക്ക് കാര്യപ്രാപ്തിയില്ല. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇത് സത്യം പറയാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക്, ഒരു ആരോഗ്യപ്രവർത്തന നിലയ്ക്ക് ഞാൻ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മുഴുവൻ എല്ലാം ശരി. ഈ പാവങ്ങളോട് ശരിയാണെന്ന് പറയുന്നതുകൊണ്ട് ഈ പാവങ്ങൾ സർക്കാർ ആശുപത്രി പോകുന്നത്. ഒരു ആത്മാർത്ഥമുള്ളൊരു മന്ത്രിയാണെങ്കിൽ, മനുഷ്യത്വമുള്ള മന്ത്രിയാണെങ്കിൽ പറയേണ്ടത് സർക്കാർ ആശുപത്രികളിൽ പ്രശ്നമുണ്ട്. അവരുടെ സ്ഥാനം ഞാനായിരുന്നു പറഞ്ഞേനെ. പ്രശ്നമുണ്ട് ഈ അവസ്ഥയിൽ. നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവൻ രക്ഷിക്കാൻ പറഞ്ഞു. ഇവിടെ ഡോക്ടറുണ്ട്, സിസ്റ്ററുണ്ട്, അതിനകത്ത് വേറെ ആൾക്കാരുണ്ട്, അത്യാവശ്യം ഒരു ചികിത്സ കൊടുക്കാൻ കഴിവുള്ള എല്ലാവരും ഉണ്ട്. ഒരു പാവം പെൺകുട്ടി രാത്രി 1 മണിക്ക് സ്കൂട്ടറിൽ വെച്ച് പാവം ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശുപത്രി കൊണ്ടുവന്നിട്ട് ഒരു ചുക്കും ചെയ്യുന്നില്ല. CPR കൊടുക്കില്ല, ഓക്സിജൻ കൊടുക്കില്ല. എന്താണെന്ന് ഇത്? അതെന്തൊരു അക്രമമാണ്. അത് ജീവനക്കാരില്ലാത്ത പ്രശ്നമല്ലല്ലോ. അവിടെ ഈ ആശുപത്രിയിലെ സംവിധാനങ്ങളൊന്നുമില്ല ഹാഷ്മി. ഈ പറയുന്ന CHCയിലെ ഇത്തിരി സ്പിരിറ്റും സാധനങ്ങളെ കാണുള്ളൂ. അവിടെ നിന്ന് സാധനങ്ങളില്ല. വെറുതെ പറയുന്നതാണ് അവിടെ എല്ലാം ഉണ്ടെന്ന്. ഡോക്ടർമാർ 5 പേരെങ്കിലും വേണം ഡ്യൂട്ടി എടുക്കണമെങ്കിൽ. അവിടെ 3 പേരാണ്ട്. ഈ മൂന്നാമത്തെ ആൾ ഞാൻ മനസ്സിലാക്കുകയാണ് പഞ്ചായത്ത് അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ വലിയൊരു ഇഷ്യൂ ഉണ്ട് നമുക്ക്. ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല. അവിടെ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയി രക്ഷപ്പെടുത്താൻ പറ്റണ്ടേ? എത്ര സർക്കാർ ആശുപത്രികളുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള. പ്രൈവറ്റ് ആശുപത്രികളില്ലേ? കാസ്പ് എന്നൊരു പരിപാടിയുണ്ട്. പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു ഇതുപോലെ കണ്ട് ആഷ്മി പറഞ്ഞത് ശരിയാണ്. ആ വീഡിയോ കാണാൻ പറ്റുന്നില്ല. ഒരുത്തൻ മനുഷ്യൻ ജീവന് വേണ്ടി പടയുന്നത്, നിന്ന് പടയുകയാണ്. അയാൾക്ക് അടുത്ത ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം നാട്ടിൽ വേണ്ടേ ഹാഷ്മി? അത് ഗവൺമെൻറ്റിൽ പ്രൈവറ്റ് വേണ്ടേ? പ്രൈവറ്റുകാർ കാസ്പിന് പൈസ കൊടുക്കാണ്ട് പ്രൈവറ്റ് ആരും ഈ പദ്ധതിയിലില്ല. കണ്ണാശുപത്രികളും മറ്റതൊക്കെ ഉള്ളൂ. വളരെ ഞാനിത് പറയുന്നത് ദിവസവും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യർക്ക് എനിക്കറിയാവുന്ന ഒരു കോൺഗ്രസ് സാധാരണ നേതാവിൻ്റെ മോന് 35 ലക്ഷം രൂപ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് സെൻ്റർ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ് ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി. ഇത് ദിവസമുള്ള യാഥാർത്ഥ്യമാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന ആശുപത്രികളായി മാറിയിരിക്കുകയാണ്. മനുഷ്യൻ രക്ഷപ്പെടുത്തണമെങ്കിൽ പ്രൈവറ്റിൽ പോകേണ്ട അവസ്ഥയാണ്. സകലതും കേരളത്തിൽ അറിയാമോ ഹാഷ്മിക്ക്? സ്വന്തം പോക്കറ്റിനുള്ള ചിലവ് 60% ആരോഗ്യ ചെലവിൽ. ഇന്ത്യയുടെ ഇരട്ടിയിൽ കൂടുതലാണ്. ഒരു സംവിധാനവും ഇല്ല. നമ്മളിത് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളും അല്ലത്. ഒറ്റപ്പെട്ട ഇത്ര സംഭവങ്ങൾ, ഇത്ര മനുഷ്യന്മാർ മരിച്ചു പോകുന്ന വേറെ ഏതെങ്കിലും ഒരു കാലം നമ്മുടെ ഓർമ്മയിലുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ മനുഷ്യന്മാരിങ്ങനെ മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുക. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മനുഷ്യന്മാരുടെ കൈ മുറിച്ച് കളയുക. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മനുഷ്യന്മാരുടെ വയറിനകത്ത് കത്രി വെച്ച് തുന്നുക. ഒറ്റപ്പെട്ട സംഭവങ്ങൾ വയറിനകത്ത് പ്രസവം കഴിയുമ്പോഴേക്കും എന്തോ തുണിയൊക്കെ വെച്ച് തുന്നിക്കെട്ടുക. ഒറ്റപ്പെട്ട ഇത്ര സംഭവങ്ങൾ കേട്ട കാലമുണ്ടോ SS ലാൽ? അങ്ങനെ ഉണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ? ഇത് ചോദ്യമല്ല. ഇങ്ങനെ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇത് ഞാൻ പറയുന്നത് എല്ലായിടത്തും പാവപ്പെട്ട പലരും മനുഷ്യർ പറയാത്താണ്. ഗതികേടാണ്. ഇത് തലയിലെഴുത്താണ്. കേൾക്കുന്ന മനുഷ്യർ വിചാരിക്കണം നമുക്ക് റൈറ്റ് ഉണ്ട്. ആരോഗ്യ അവകാശമാണ്. ഇത് കൈയും കാലും ഒക്കെ മുറിഞ്ഞ് ആശുപത്രിയിൽ തന്നെ മുറിഞ്ഞു പോവുക, പട്ടിയുടെ പോലെ പരിഗണന കിട്ടുക, മെഡിക്കൽ കോളേജ് ചെന്നാൽ പുഴുവരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിമാർ റോഡ് ഇറങ്ങി നടക്കാൻ സമ്മതിക്കാൻ പാടില്ലാത്തതാണ്. ജനകീയ പ്രക്ഷോഭണം ഉണ്ടാകണം. നമ്മുടെ ടാക്സാണ് ഈ മന്ത്രിയുടെ ശമ്പളവും ഈ ഇരിക്കുന്ന സകല ഡോക്ടറായാലും നഴ്സായാലും അറ്റൻഡറായാലും അവരുടെ ശമ്പളം ടാക്സാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.